ഓക്കെ, ഇന്നലെ ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു പ്രോബ്ലത്തിനെ പറ്റിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. 5ാമത്തെ മൊഡ്യൂളിലെ ഒരു പ്രോബ്ലമാണ്. ട്യൂട്ടോറിയലായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ എഴുതി പോയിക്കൊള്ളുക. അതിനായിട്ട് വേറൊരു ദിവസം കണക്കൂട്ടാനും നിൽക്കണ്ട. ഓക്കെ, അപ്പൊ പ്രോബ്ലം എങ്ങനെയായിരുന്നു? ദ ബാരോമെട്രിക് റീഡിംഗ്, ബാരോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഗേജ്, അതിന്റെ റീഡിങ് ഫോർ അറ്റ്മോസ്ഫറിക് എയർ ഷോസ് 750 millimeter ഓഫ് HG. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ ആണെങ്കിൽ നമ്മൾ 760 എന്നാ പറയല്. അപ്പൊ ഇവിടെ എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി, ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇതായിരുന്നു ഇന്നലെ പറഞ്ഞത്. കാരണം അറ്റ്മോസ്ഫറിക് പ്രഷർ ആണെങ്കിൽ നമുക്ക് തന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സൈക്കോമെട്രിക് ചാർട്ട് വെച്ചിട്ട് എല്ലാ പ്രോപ്പർട്ടീസും കണ്ടുപിടിക്കാൻ പറ്റും. അറ്റ്മോസ്ഫറിക് പ്രഷർ ആണെങ്കിൽ മാത്രം. ഇത് പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് 750 millimeter ഓഫ് HG ആണ്. എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫറിക് പ്രഷറിനെക്കാട്ടും കുറച്ചുകൂടെ താഴത്താണുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ദ ഡ്രൈ ബൾബ് ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ റീഡിംഗ് യൂസിങ് സ്ലിംഗ് സൈക്കോമീറ്റർ ഈസ് 33 ഡിഗ്രി സെൽഷ്യസും 23 ഡിഗ്രി സെൽഷ്യസും. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, വെറ്റ് ബൾബ് ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ട്വിസ്റ്റ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സൈക്രോമെട്രിക് ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ചാർട്ട് എന്താക്കാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതാണ്. ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിലേക്ക് പോവാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നമ്മൾ അതിനെ എഴുതുക DBT, സ്മോൾ ലെറ്റർ അല്ലെ ക്യാപിറ്റൽ ലെറ്റർ ഇടുക. ഈക്വൽ ടു എന്താ, 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ തന്നെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 23 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ തന്നിട്ടുണ്ട്, ബാരോമെട്രിക് പ്രഷർ, അതായത് ബാരോമീറ്റർ വെച്ചിട്ട് അളന്ന പ്രഷർ. അതുകൊണ്ട് ഞാൻ PB എന്നിട്ട് ബാരോമെട്രിക് പ്രഷർ. അത് തന്നിട്ടുള്ളത് എത്രയായിരുന്നു, 750 millimeter ഓഫ് HG തന്നിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് എന്താക്കണം, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ബാറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ പ്രോബ്ലത്തിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ നമുക്ക് 750 millimeter ഓഫ് HG കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 750 millimeter മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി 10⁻³ വെച്ചിട്ട് ഇൻറ്റു 13,600 ആണ് HGന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പറയുന്നത്, ഇൻറ്റു നമ്മളെ 9.81 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വാല്യൂ കിട്ടും, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1.0062 വലിയ വാല്യൂ ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്കറിയാം നമ്മൾ ബാർ എന്ന് പറയുന്നത് ചെറിയ വാല്യൂ അല്ലെ, 1 ബാർ 2 ബാർ എന്നൊക്കെയാ പറയാം. അപ്പൊ നമുക്ക് വലിയ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്ററിൽ നിന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ കുറച്ച് എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്താക്കുന്നത്, ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ ബാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ബാറിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി, 10⁻⁵ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ 5 ഡിജിറ്റ് ബാക്കിലേക്ക് വരണം. 5 ഡിജിറ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് എന്താവും, 1.00062 ബാർ എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇതുവരെ ഇന്നലെ ആർക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കും. ഇതുവരെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് തന്നിരിക്കുന്ന ഡാറ്റാസ് മൊത്തം എടുത്ത് എഴുതി. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇത്ര, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഇത്ര, പ്രഷർ ബാരോമെട്രിക് പ്രഷർ ആയതുകൊണ്ട് PB എന്ന് എഴുതി. 750 millimeter ഓഫ് HG തന്നത്. അതിനെ ഞാൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് ആദ്യം മാറ്റിയിട്ട് പിന്നെ രണ്ടാമത് ഞാൻ അതിനെ ബാറിലേക്ക് മാറ്റി. ബാറിലേക്ക് മാറ്റേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്തല്ലേ വലിയ ഇക്വേഷൻ ആവും കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക്. ഇത്രയായിരുന്നു ഇന്നലെ പറഞ്ഞത്. ഇനി അങ്ങോട്ടേക്കുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാവേണ്ടായത്, എവിടെ നിന്ന് എന്തെടുക്കണം എന്നൊക്കെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം കണ്ടിട്ടില്ല, അവിടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിരിക്കും.
റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൈ എന്നാണ് അതിന്റെ നൊട്ടേഷൻ വരുന്നത്. അതായത് പ്രഷർ ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ പ്രഷർ ഓഫ് വേപ്പർ വെൻ എയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. വേപ്പർ പ്രഷർ ഡിവൈഡ് ബൈ പ്രഷർ ഓഫ് വേപ്പർ വെൻ എയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. അതിനായിരുന്നു നമ്മൾ PV/PS, അതാണ് നമ്മൾ ഫൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഈ രണ്ട് പ്രഷറും അല്ല തന്നിട്ടുള്ളത്. PV എനിക്ക് തന്നിട്ടില്ല, PVS എനിക്ക് തന്നിട്ടില്ല. എനിക്ക് തന്നത് PB ആയിരിക്കും അല്ലെ. പ്രോബ്ലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും തന്നിരിക്കുന്ന പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ PB ആണ്. ബാരോമീറ്ററിനകത്ത് കിട്ടിയ റീഡിംഗ് ആണ് തന്നിട്ടുള്ളത്. ബാരോമീറ്ററിൽ കിട്ടിയ റീഡിങ് PB എന്ന് വെച്ചാൽ എന്താ ശരിക്കും? പ്രഷർ ഓഫ് ഡ്രൈ എയർ പ്ലസ് പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. മൊത്തത്തിലുള്ള പ്രഷർ, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിൽ എന്തെല്ലാം ഉള്ളത്? ഡ്രൈ ആയിട്ടുള്ള എയർ, അതായത് ഓക്സിജനും ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൂടിയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള എയർ പ്ലസ് കുറെ വെള്ളത്തുള്ളികളും ഉണ്ടാവും, വാട്ടർ വേപ്പർ. അതുകൊണ്ടാണ് PV. ഈ രണ്ടിന്റെയും പ്രഷറിനെയാണ് നമ്മൾ മൊത്തം കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ ഓഫ് ബാരോമെട്രിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് PV എവിടെ ആവശ്യമുണ്ട്? ഇവിടെ ആവശ്യമുണ്ട്. PV ഡിവൈഡ് ബൈ PVS ആണ്. അപ്പൊ നമുക്ക് PVS കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? PVS ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, അതായത് പ്രഷർ ഓഫ് വേപ്പർ വെൻ എയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ അവിടെ വേപ്പർ കണ്ടന്റ് ഉണ്ട് എന്നർത്ഥം, വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ അവിടെ നിങ്ങൾ എവിടത്തേക്ക് പോയിക്കോളുക? നിങ്ങളെ ഡാറ്റാ ബുക്കിന്റെ അകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാവും. എല്ലാവരുടെയും ഡാറ്റാ ബുക്ക് എടുക്കുക. അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ ആൻഡ് സ്റ്റീം എന്ന് പറഞ്ഞിട്ടൊരു, കാരണം നമ്മൾ വേപ്പറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. PV അല്ലെങ്കിൽ PVS എന്നൊക്കെ പറയുന്ന എല്ലാം വേപ്പറിനെ പറ്റിയിട്ടാണ്. അപ്പം വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ എടുക്കുക. ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ പേജിലുള്ളത് ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. കാണാൻ പറ്റും. കുറച്ച് സൂം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ടെമ്പറേച്ചർ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കറസ്പോണ്ടിങ് പ്രഷർ, ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞിട്ട് പ്രഷർ ബാറിലുള്ള വാല്യൂ നിങ്ങൾക്ക് തൊട്ടടുത്ത കള്ളിയിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം PVS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് പ്രഷർ ഇല്ല, ആ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന്റെ ചാർട്ട് എടുക്കുക. ഇതന്നെ ചാർട്ടിലൊന്നും വ്യത്യാസമില്ല, കാരണം അടുത്ത കള്ളിയിലാണ് നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 33 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അപ്പൊ അതെടുത്തു നമുക്ക് ഇവിടെ കാണാൻ പറ്റും 33 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.0503 ബാറാണ്. 1 2 മൂന്നാമത്തെ ഇത് നോക്കുക. 33 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.0503 ബാറാണ്. അപ്പൊ എന്ത് ചെയ്യാം? PVS എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എവിടത്തേക്ക് പോവുക? ഡാറ്റാ ബുക്കിലേക്ക് പോവുക. ഡാറ്റാ ബുക്ക് പോയിട്ട് എന്താണ് പ്രഷർ കറസ്പോണ്ട് ടെമ്പറേച്ചർ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിച്ചത് TD എത്രയാണ്? 33
ഡിഗ്രി സെൽഷ്യസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടുപിടിക്കുക. അപ്പൊ എനിക്ക് കിട്ടും വാല്യൂ എത്രയാണ്, നമ്മളിപ്പോ കണ്ടുപിടിച്ച് കഴിഞ്ഞതാണ്. നമ്മളിപ്പോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 0.05 അപ്പൊ നമുക്ക് ഒരു വാല്യൂ കിട്ടി. ഇനി നമുക്ക് അറിയാത്ത അൺനോൺ ആയിട്ടുള്ള ഒരു വാല്യൂ PS നമുക്ക് ഡാറ്റ ബുക്കിൽ നിന്ന് കിട്ടി. PV പറഞ്ഞോ എന്താ പറ്റിയേ? കട്ടാകുന്നുണ്ട് പറയുന്നുണ്ട്. ഞാൻ കുറച്ച് സ്ലോയിൽ പറയാം, മെല്ലെ പറയാം, ഉറങ്ങിപ്പോണ്ടെന്നാൽ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പയ്യാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പരിപാടി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മെത്തേഡ് പറഞ്ഞത് ഡാറ്റ ബുക്കിൽ പോവുക, പ്രഷർ കറസ്പോണ്ടിങ് ടു TD, അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എനിക്ക് തന്നത് 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ബുക്ക് പോവുക, ഈ വാല്യൂ എടുത്ത് എഴുതി 0.0503. നെക്സ്റ്റ് PV കണ്ടുപിടിക്കണം. അതിനായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞത്, ഒരു വൃത്തിയായിട്ട ഒരു ഇക്വേഷൻ ഉണ്ട്. PV is equal to കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഇക്വേഷൻ ആണ് PSW. SW എല്ലാം എന്താന്ന് പറഞ്ഞാൽ മൈനസ് PB മൈനസ് PSW കഴിഞ്ഞില്ല ഇൻറ്റു TD മൈനസ് TW. TD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, TW എന്ന് വെച്ചാൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഡിവൈഡഡ് ബൈ 1527.4 മൈനസ് 1.3 TW. ഇതാണ് PV കണ്ടുപിടിക്കണമെങ്കിലുള്ള ഇക്വേഷൻ വരുന്നത്. ബൈഹാർട്ട് പഠിക്കേണ്ടി വരും, വേറെ ഒരു വഴിയില്ല അത് പഠിക്കണമെങ്കിൽ. ഇപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് PSW ആണ് നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു വാക്ക്, ബാക്കിയൊക്കെ നമുക്ക് അറിയുന്നതാണ്. PSW എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച അതേ മെത്തേഡിലാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കറസ്പോണ്ടിങ് ടു ഏത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എത്രയായിരുന്നു? 23 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ 23 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ നേരത്തെ നമ്മൾ 33 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ആയിരുന്നു കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ PSW കിട്ടണമെങ്കിൽ പ്രഷർ കറസ്പോണ്ടിങ് ടു 23 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പൊ നോക്കുക, ചാർട്ട് എടുത്തിട്ട് ഞാൻ 23 ഡിഗ്രി സെൽഷ്യസിനെ എനിക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ 23 ഡിഗ്രി സെൽഷ്യസ് നിങ്ങളുടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ടോ? 21, 22, 23. 23 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ആണ് തൊട്ട് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. എത്രയാണ്? 0.0281. കിട്ടാനുണ്ടാ? ഓക്കെ അല്ലേ? അപ്പൊ 23 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 0.0281. അത് അവിടുത്തെ എവിടെ എഴുതുക? PSW എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കറസ്പോണ്ടിങ് ടു വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 23 ഡിഗ്രി സെൽഷ്യസ് ആണ്. എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 0.0281. അത്രയും ബാർ. ഇനി എനിക്ക് PVന്റെ വാല്യൂ ഡയറക്റ്റ് കണ്ടുപിടിക്കാം, കാരണം ബാക്കിയൊക്കെ എനിക്ക് അറിയുന്നതാണ്. PSW എനിക്കറിയാം 0.0281 മൈനസ് PBന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 1.0062 മൈനസ് 0.0281 ഇൻറ്റു TD 33 ഡിഗ്രി സെൽഷ്യസ് ആണ്, മൈനസ് TW
23 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡിവൈഡഡ് ബൈ 1527.4 മൈനസ് 1.3 TW എത്രയായിരുന്നു? 23. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു വാല്യൂ കിട്ടും. ചെയ്തു നോക്കിയാരെങ്കിലും എത്ര വാല്യൂ കിട്ടുന്നത്? കാൽക്കുലേറ്റർ ഒക്കെ എന്തെങ്കിലും എടുത്ത് കുത്തി നോക്കുക. കുത്തി നോക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.02161 ബാർ. വലിയ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. 0.02161 ബാർ എന്ന് കിട്ടും PV. ഇപ്പൊ എനിക്ക് PV അറിയാം, PVS അറിയാം. ഡയറക്റ്റ് എന്ത് ചെയ്യാം? Y is equal to PV divided by PVS ആണ്, which is equal to PV 0.02161 divided by PVS കിട്ടിയത് 0.0503, which is equal to 0.4296. അഥവാ നമ്മൾ 5 എന്ന് വെച്ചാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിനെ എപ്പോഴും പെർസെൻറ്റേജിലാണ് പറയുക. അതുകൊണ്ട് 42.96% എന്ന് പറയാം. ഇതുവരെ ഓക്കെ അല്ലേ? സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഡാറ്റ ബുക്ക് നോക്കിയിട്ട് ഓരോ വാല്യൂസ് എടുത്ത് തരുന്നേ ഉള്ളൂ. കറസ്പോണ്ടിങ് ആയിട്ട് ഏത് വാല്യൂ എടുത്തേണം എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജിൽ എഴുതുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഉത്തരം കിട്ടിയെങ്കിലും ഞാൻ അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റി. ഇനി പെർസെൻറ്റേജിലേക്ക് മാറ്റിയിട്ടില്ലെങ്കിലും തെറ്റൊന്നുമില്ല, ഈ ഉത്തരം കിട്ടിയിട്ട് അവിടെ വെച്ചാൽ മതി. ഓക്കെ, കാണിക്കണമെങ്കിൽ സൈക്കോമെട്രിക് ചാർട്ട് എടുത്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കാണാപ്പച്ച കളറിൽ കുറെ ലൈനാണ് ചെരിഞ്ഞിട്ട്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 90%, 85%, 80%, 75% ഉള്ള പെർസെൻറ്റേജിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റി എഴുതിയത്. അതുകൊണ്ട് വലിയ നമ്മളെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓരോതിന്റെ യൂണിറ്റ് എന്താന്നുള്ളത്. കണ്ടുപിടിക്കാൻ ചോദിച്ചതിന്റെ എല്ലാത്തിന്റെ യൂണിറ്റ് നമുക്ക് ചാർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പക്ഷെ ഈ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. കാരണം സൈക്കോമെട്രിക് ചാർട്ട് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷർ ആണെങ്കിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അറ്റ്മോസ്ഫറിക് പ്രഷർ അല്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട അവസ്ഥ വന്നത്. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കഴിഞ്ഞാൽ അടുത്ത കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് ഹ്യൂമിഡിറ്റി റേഷ്യോ. ഹ്യൂമിഡിറ്റി റേഷ്യോ ആണ് അടുത്ത കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഹ്യൂമിഡിറ്റി റേഷ്യോ അല്ല, അതിന്റെ വേറൊരു പേരാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയും. രണ്ടും തെറ്റൊന്നുമില്ല. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയിലെ ഹ്യൂമിഡിറ്റി റേഷ്യോന്റെ ഇതാണ് ഒമേഗ. ഒമേഗ എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ഇക്വേഷൻ വരുന്നത് ഒന്നിതാണ്, മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ. അതായത് എത്രത്തോളം വേപ്പർ ഉണ്ട്, ഡ്രൈ എയറിന്റെ അകത്ത് എത്രത്തോളം വേപ്പർ ഉണ്ട് എന്നുള്ള കണക്കാണ്. ഇതിന്റെ വേറൊരു ഇക്വേഷൻ ആണ്. നമുക്കിവിടെ മാസം തരാത്തതുകൊണ്ട് നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? 0.622 പ്രഷർ ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ പ്രഷർ ഓഫ് ഡ്രൈ എയർ. അങ്ങനെയും പറയാം. ഒന്നിക്കൽ മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് എയർ എന്ന് പറയാം, അല്ലെങ്കിൽ 0.622 ഇൻറ്റു പ്രഷർ ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ പ്രഷർ ഓഫ് എയർ എന്ന് പറയാം. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രഷറാണ്. മാസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് ക്വസ്റ്റ്യനിൽ മുണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാസിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണ്ട. പ്രഷർ തന്നിട്ടുണ്ടല്ലോ, ധൈര്യമായിട്ട് നമുക്ക് പ്രഷർ വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് അടുത്തൊരു കുനിഷ്ടം കൂടി വന്നിട്ടുണ്ട്, PA. PA എന്ന് പറഞ്ഞ സാധനത്തിന്റെ വാല്യൂ നമ്മൾ ഇതുവരെ കാണാത്ത.
പക്ഷെ നമുക്ക് പി എ കണ്ടുപിടിക്കാൻ പറ്റും. എവിടുന്ന് നമുക്കറിയാം, ബാരോമെട്രിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഓഫ് എയർ പ്ലസ് പ്രഷർ ഓഫ് വേപ്പർ ആണല്ലോ. അപ്പം പി എ എന്ന് വെച്ചാൽ എന്താണ്? പ്രഷർ ഓഫ് ബാരോമെട്രിക് പ്രഷർ മൈനസ് പ്രഷർ ഓഫ് വേപ്പർ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ സിമ്പിൾ ലോജിക് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം നെക്സ്റ്റ് സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇസ് ഈക്വൽ ടു 0.622 ഇൻറ്റു പി വി ഡിവൈഡഡ് ബൈ പി എക്ക് പകരം ഞാൻ പി ബി മൈനസ് പി വി കൊടുത്തു. എല്ലാ പ്രഷറും എനിക്ക് അറിയുന്നതാണ്. ഈ എഴുതിയ ഇക്വേഷൻ്റെ അകത്തുള്ള എല്ലാ പ്രഷറും ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചതാണ്. സോ ഡയറക്റ്റ് എനിക്ക് എന്തെടുക്കാം, വാല്യൂസ് ഇട്ട് കൊടുക്കാം. 0.622 ഇൻറ്റു പ്രഷർ ഓഫ് പേപ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട് 0.0216 ഡിവൈഡഡ് ബൈ പ്രഷർ ബാരോമെട്രിക് പ്രഷർ എനിക്കറിയാം 1.00062 മൈനസ് പ്രഷർ ഓഫ് പേപ്പർ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് 0.0216 ആണ്. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വാല്യൂ കിട്ടുക? ചെയ്ത് നോക്കി എത്ര കിട്ടുന്നുണ്ട്? എല്ലാത്തിന്റെ ആൻസർ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാൽക്കുലേറ്റർ ഒക്കെ എടുത്തൊന്ന് കുത്തി നോക്കും. ഒന്നും കിട്ടുന്നില്ലേ? എല്ലാവരും നിർത്തിപ്പോയാ? ഇല്ല സാർ. എന്റെ വാല്യൂ വരുന്നതാണ് 0.01373. ഇനി ഇതിന്റെ യൂണിറ്റ് എനിക്ക് അറിയില്ല അല്ലേ? ഇതിന്റെ യൂണിറ്റ് എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. അറിയില്ലെങ്കിൽ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നേരെ നമ്മളെ സൈക്കോമെട്രിക് ചാർട്ട് എടുക്കുക. സൈക്കോമെട്രിക് ചാർട്ടിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാം, റൈറ്റ് സൈഡിലാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞ സാധനം ഉള്ളത്. സൈക്രോമെട്രിക് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് വൈ ആക്സിസ് നോക്കി കഴിഞ്ഞാൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി യൂണിറ്റ് തന്നിട്ടുണ്ട്. കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എന്നായിട്ടുള്ളത് തെറ്റാണ്. കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ്. കാരണം മാസ് ഓഫ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ ആയിരുന്നു. അപ്പം മാസ് ഓഫ് വേപ്പർ എന്ന് വെച്ചാൽ കിലോഗ്രാം തന്നെയാണ്. ഡിവൈഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയറിനെ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. എന്താണ് കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഇതാണ് ഒമേഗ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് അതിനെയാണ്. ഇനി ലാസ്റ്റത്തെ നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവസാനമായിട്ട് നമ്മൾക്ക് ചോദിച്ചത് എന്തിനെ പറ്റിയിട്ടായിരുന്നു? നമുക്ക് കിട്ടി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കഴിഞ്ഞു, ഹ്യൂമിഡിറ്റി റേഷ്യോ കിട്ടി. ലാസ്റ്റ് ചോദിച്ചതാണ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എത്രയാണ്. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വെള്ളം, ഈ വേപ്പർ ആയിട്ടുള്ള വെള്ളം ഉരുകാനുള്ള ടെമ്പറേച്ചർ, ആ റൂമിനുള്ളിലുള്ള വേപ്പർ ആയിട്ടുള്ള വെള്ളം മൊത്തം കണ്ടൻസ് ചെയ്യാനുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് ഡ്യൂ ഉണ്ടാകുക, അത് മഞ്ഞ് പോലെ ഉണ്ടാകുന്ന പരിപാടി. അപ്പം ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഇതാണ് നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ അതായത് ഈ തന്നിരിക്കുന്ന പ്രത്യേക റൂമിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വെള്ളത്തിന്റെ വേപ്പർ ആയിട്ടുള്ള വെള്ളത്തിനെ മൊത്തം ഡ്യൂ ആക്കാൻ അല്ലെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചറാണ് ചോദിച്ചിട്ടുള്ളത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാച്ചുറേഷൻ ടെമ്പറേച്ചർ എത്രയാ നോക്കിയാൽ മതി. സാച്ചുറേഷൻ ടെമ്പറേച്ചർ corresponding to into PV. നേരത്തെ അതേ ടേബിൾ തന്നെ എടുക്കുക, പി വിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക, നേരെ തിരിച്ച് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. വേപ്പർ പ്രഷർ, പ്രഷർ ഓഫ് വേപ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിച്ചാൽ എനിക്ക് കിട്ടും ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ.
ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ നമ്മൾ മാർക്ക് ചെയ്ത് ടെമ്പറേച്ചർ ഡ്യൂ പോയിന്റ്, അതാണ് TDP എന്ന് പറയുന്നത്. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഡ്യൂ പോയിന്റ്, അതാണ് TDP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് PVന്റെ വാല്യൂ അറിയാം. എത്രയാണ് PV ഈക്വൽ ടു എത്രയായിരുന്നു? PV പോയാ PV is equal to 0.2161 ബാർ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നേരെ ഇവിടത്തേക്ക് പോവാ, ചാർട്ടിലേക്ക്. 0.2161 അങ്ങനെ ഒരു വാല്യൂ ഇല്ല. പകരം നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ 0. നമുക്ക് തന്നിരിക്കുന്ന നമ്മളെ ടേബിളിൻ്റെ അകത്തുള്ള വാല്യൂ എന്ന് വെച്ചാൽ 0.02 എഴുതിയ തെറ്റുണ്ടോ? 0 ഉണ്ടല്ലേ? 0.0161 ബാർ. അപ്പൊ അങ്ങനെ ഒരു വാല്യൂ ഇതിൻ്റെ അകത്തില്ല. 0.0261 എന്ന് പറഞ്ഞ പ്രഷർ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ നമ്മൾ ടേബിളിൻ്റെ അകത്തില്ല. നമുക്ക് പകരം ഉള്ളത് 0.0206ഉം 0.0220 ഉണ്ട്. ഇതിന്റെ ഇടയിൽ എവിടെയോ ആണ് 0.02161 എന്ന് പറഞ്ഞ വാല്യൂ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് മെത്തേഡ് ഉപയോഗിക്കണം? ഇന്റർപോളേഷൻ മെത്തേഡ് വെച്ചിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇന്റർപോളേഷൻ മെത്തേഡ് എന്താന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. എന്താണ് 0.0206 ഉണ്ട് കയ്യിൽ, 0.0220 ഉണ്ട്. ഇതിന്റെ ഇടയിലാണ് നമുക്ക് വേണ്ട വാല്യൂ ഉള്ളത്. 0.0206 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ 18 ഡിഗ്രി സെൽഷ്യസ് ആണ്. മറ്റേത് വരുന്നത് 19 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇന്റർപോളേഷൻ മെത്തേഡ് എങ്ങനെയാ യൂസ് ചെയ്യാം? ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ്ട് കാര്യങ്ങൾ പറയടാ. ഇന്റർപോളേഷൻ മെത്തേഡ് എങ്ങനെ യൂസ് ചെയ്യാന്ന് പറ. അതായത് എന്റെ കയ്യിലുള്ളത് 0.0206 ഉണ്ട്. കറസ്പോണ്ടിങ് ടു എത്ര ടെമ്പറേച്ചർ? 18 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ഇതാണ്, പ്രഷർ ടെമ്പറേച്ചർ. അതേപോലെ തന്നെ എനിക്ക് അടുത്ത വാല്യൂ ഉള്ളത് 0.0220 ഉണ്ട്. അത് 19 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലാണ്. പക്ഷെ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 0.0216 എന്ന് പറഞ്ഞ ബാറിന്റെ അകത്തില്ല. അപ്പൊ അത് വരുന്നത് ഇതിന്റെ ഇടയിലാണ്. ഇതിന്റെ ഇടയിൽ എവിടെയും ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഇതിന്റെ ഇടയിലാണ് ഉള്ളത്. ഞാൻ ഈ ചുവപ്പ് കളർ മാർക്ക് ചെയ്തത് അതിനാണ് അല്ലെ. 0.0216 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ എവിടെയുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എനിക്ക് അറിയില്ല, ഞാൻ T ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിളാണ്. ഇന്റർപോളേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. വലിയ വാല്യൂ നമുക്ക് അറിയുന്ന വലിയ വാല്യൂ എന്താ? 0.0220 അറിയാം. മൈനസ് ചെറിയ വാല്യൂ 0.0206. ഇതെനിക്ക് അറിയുന്ന വാല്യൂസ് ആണല്ലോ. ഡിവൈഡഡ് ബൈ മറ്റേ നമുക്ക് അറിയാത്ത വാല്യൂ എന്താ? 0.0220 മൈനസ് എനിക്ക് അറിയാത്ത വാല്യൂ എന്താ? 0.02161 ഈക്വൽ ടു. ഈ ഒരു റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ടു അടുത്ത സാധനത്തിന്റെ എടുത്തോ. 0.0220ന്റെ വാല്യൂ വരുന്നത് 19 ഡിഗ്രി സെൽഷ്യസ് ആണ്. മൈനസ് 0.0206ന്റെ വാല്യൂ വരുന്നത് 18 ആണ്. ഡിവൈഡഡ് ബൈ 220 ഉണ്ട്, അത് 19 തന്നെ. മൈനസ് ഇതിന്റെ എനിക്ക് അറിയില്ല എക്സ്. അപ്പൊ എക്സ് എനിക്ക് കണ്ടുപിടിച്ചൂടെ? ഇതിനാണ് ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പല കാലങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും. ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഇതാണ്, ഇന്റർപോളേഷൻ മെത്തേഡ് വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ടേബിളിൽ തന്നിരിക്കുന്ന രണ്ട് വലിയ വാല്യൂ മൈനസ് ടേബിളിൽ തന്നിരിക്കുന്ന ചെറിയ വാല്യൂ എടുക്കാം. ഡിവൈഡഡ് ബൈ വലിയ വാല്യൂ മൈനസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ഈസ് ഈക്വൽ ടു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഇതാണ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ 18 ആണ്.
അതുപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഇതാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ ഉണ്ട്, പക്ഷെ അത് എനിക്കറിയില്ല. എനിക്ക് എക്സ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി എത്ര കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 18.71 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞു. അതായത് ആ ഒരു റൂമിൽ ഞാൻ 18.71 ഡിഗ്രി സെൽഷ്യസ് ആക്കുകയാണെങ്കിൽ ആ ഒരു റൂമിനെ ഞാൻ എന്തെങ്കിലും എ സിയോ എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒരു കൂളറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് 18.71 ഡിഗ്രി സെൽഷ്യസ് ആക്കിയാൽ ആ റൂമിന്റെ ഉള്ളിൽ ഈ ഒരു റൂമിന്റെ ഉള്ളിൽ എത്രത്തോളം വെള്ളത്തുള്ളികൾ ഉണ്ടോ ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കായിരിക്കും ഈ വേപ്പേഴ്സ്. ഈ വേപ്പേഴ്സ് ഒക്കെ എന്താവും? നമുക്ക് താഴത്ത് വെള്ളമായിട്ട് കിട്ടും, കണ്ടൻസ് ആയിട്ട് എല്ലാം താഴത്ത് വന്ന് പോകും. അതിനെയാണ് നമ്മൾ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എല്ലാ റൂമിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഏത് റൂം എടുത്താലും നമുക്ക് അതിനെ ഒരു തുള്ളി വെള്ളം ഇല്ലാത്ത രീതിയിലാക്കി എടുക്കാൻ പറ്റും. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിന്റെ വെച്ചാൽ ടി ഡ്യൂ പോയിന്റ്, ടി ഡി പി എന്നാ പറയാ ഷോർട്ട് ഫോം ആയിട്ട്, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഇത്രയുള്ള നമ്മളെ പ്രോബ്ലം സിമ്പിൾ ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റ്മോസ്ഫറിക് പ്രഷറിലാണ് തന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അറ്റ്മോസ്ഫറിക് പ്രഷറിലാണ് ഉള്ളത്. അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് വെച്ചാൽ എത്രയാണ്? 760 millimeter ഓഫ് HG. ഈ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇവിടെ ഒരു ചെറിയ മാറ്റം വരുത്തുന്നുണ്ട്. ഇവിടെ 750 millimeter ഓഫ് HGക്ക് പകരം എനിക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 760 millimeter ഓഫ് HG ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, കണ്ണും പൂട്ടി എവിടത്തേക്ക് പോയിക്കോളാം, നമ്മളെ സൈക്കോമെട്രിക് ചാർട്ട് എടുക്കുക. കാരണം സൈക്കോമെട്രിക് ചാർട്ടിന്റെ അകത്ത് എഴുതി തന്നിട്ടുണ്ട്, വെണ്ടക്ക അക്ഷരത്തിൽ ഒരു മഞ്ഞ കളർ ബോർഡിൽ വെച്ചിട്ടുണ്ട്. സൈക്കോമെട്രിക് ചാർട്ട് നോർമൽ ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫറിക് പ്രഷർ, അതായത് 760 millimeter ഓഫ് HG ആണെങ്കിൽ, അല്ലെങ്കിൽ 1.013 ബാർ ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാലോ. അതാണെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതിലൊന്ന് വരക്കാൻ വേണ്ടി പോവാം. ഈ സെയിം സാധനം എനിക്ക് തന്നിരിക്കുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ താഴത്തെ എക്സ് ആക്സിസിലാണ് ഉള്ളത്, കാണാൻ പറ്റും. താഴത്ത് നോക്കുക, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടം വരെ 30, 31, 32, 33 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഓക്കെ, ഇനി അടുത്ത വെറ്റ് ബൾബ് ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആയിട്ടുള്ള 23 ആണ്. നിങ്ങൾക്ക് ഇവിടെ 20 കാണാം, ഇവിടെയാണ് 20 ഉള്ളത്. 21, 22, 23 എവിടത്തേക്ക് എത്തും? ഈ പോയിന്റ് ആണ് 23. അപ്പൊ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ ലൈന് ശരിക്കും എങ്ങനെയാ പോവാ? ഇങ്ങനെയാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ ലൈന് പോകുന്നത്. ഇതാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ ലൈൻ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന്റെ ലൈന് പോകുന്നത് എങ്ങനെയാണ്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന്റെ ലൈന് പോവാ കുത്തനെ മുകളിലോട്ടേക്കാണ്. അപ്പൊ എനിക്ക് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടി. ഇതാണ് എനിക്ക് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ, ഇതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ. അവിടെ എത്രയാ ഉള്ളത്? 45% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. 5 is equal to 45% എന്ന് എഴുതി. നെക്സ്റ്റ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാൻ ഞാൻ എവിടത്തേക്ക് പോകണം? റൈറ്റിലാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉള്ളത്. അതുകൊണ്ട് ഇവിടുന്ന് കുത്തനെ ഇങ്ങോട്ടേക്ക് പോവാം. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു എനിക്ക് എത്ര കിട്ടും? 0.014. സിമ്പിള്, എല്ലാം ഒറ്റയടിക്ക് എഴുതുന്നത്. ഇനി ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ എവിടത്തേക്ക് പോകണം? ലെഫ്റ്റ് സൈഡിലേക്ക് വരിക.
ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും 15, 16, 17, 18. അതായത് ഏതാണ്ട് DP എന്ന് പറയുന്നത് ഒരു 18 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഒരു പോയിന്റ്. കഴിഞ്ഞ സിമ്പിളാണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ എപ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ അകത്ത് നമുക്ക് ഏത് സാധനം, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താൽപ്പി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വിഷയമില്ല. ഈ പോയിന്റ് നേരെ പൊന്തിക്കുക. എന്താൽപ്പിന്റെ സ്കെയിൽ ഇവിടെയാണ് ഈ പച്ച കളർ. എന്താൽപ്പി വരുന്നത് 65, 66, 67, 68 ഏകദേശം. H is equal to എന്താൽപ്പി is equal to 68 kilojoule per kilogram of dry air. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ സെയിം പ്രോബ്ലത്തിന് ഞാൻ അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം മാത്രമേ ഞാൻ ഇതിനെ കൊണ്ട് ചെയ്യിക്കുന്നുള്ളൂ, ഫോർമുല വെച്ചിട്ട്. കാരണം ഫോർമുല വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഭ്രാന്താവും. ഇനി ചെയ്യാനുള്ളതല്ല, നമുക്ക് ഈ ഗ്രാഫിൻ്റെ അകത്ത് തന്നെ ചെയ്യാനുള്ള പ്രോബ്ലംസാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ വീഡിയോ എടുത്ത് കാണുക. മനസ്സിലാകാത്ത ആൾക്കാർ ഒന്നുകൂടെ എടുത്ത് കാണുക, എന്നിട്ട് തറവാക്കി വെക്കുക. ഓക്കെ അല്ലേ എല്ലാവരും? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ചെയ്യുന്നതിന് മുമ്പ് പോർഷൻ എടുക്കുക, സ്ക്രീൻഷോട്ട് എടുക്കാൻ. ഓക്കെ അല്ലേ? വിഷയമില്ലാന്ന് വിചാരിക്കുന്നു. മാക്സിമം സ്ലോലാന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്തെ? സാർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ മുമ്പത്തെ പോർഷൻ ഇല്ല, ഒന്ന് എടുക്കുക, സ്ക്രീൻഷോട്ട് എടുക്കാൻ. ബോറടിച്ചാ? ആരും ഒന്നും മിണ്ടുന്നാണെന്നില്ല. ഓക്കെ ആണോന്ന് ചോദിച്ചിട്ട്. ഓക്കെയാണ് സാർ.